ദശാംശ സംഖ്യയുടെ ഹരണമാണ്. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ആദ്യം ദശാംശ സ്ഥാനം കളഞ്ഞിട്ട് സംഖ്യകൾ മാത്രം പെറുക്കി എഴുതുക അല്ലേ. അപ്പം 48, 56, 28 മുകളിൽ വരും. താഴെയോ മക്കളെ 32, 21, 14 വരും. ശരിയല്ലേ? ആണ്. ഇനി മുകളിലത്തെയും താഴത്തെയും ദശാംശ സ്ഥാനങ്ങൾ എണ്ണി നോക്കണം. മുകളിൽ ഞാൻ നോക്കിയപ്പോൾ ആകെ 2, 4, 1, 5 ദശാംശ സ്ഥാനങ്ങളുണ്ട്. താഴെ 5 ദശാംശ സ്ഥാനങ്ങളുണ്ട്. മുകളിലും, അതായത് മുകൾ വശത്തും താഴ്വശത്തും 5 ദശാംശ സ്ഥാനങ്ങളാണ് ഉള്ളത്. ശരിയല്ലേ? അപ്പം എണ്ണം ഒരിടത്തും കുറവില്ല, രണ്ടിടത്തും ഈക്വൽ ആയതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഇത് വെട്ടിച്ചെറുതാക്കി സോൾവ് ചെയ്താൽ മതി. എവിടെയെങ്കിലും ദശാംശ സ്ഥാനം കുറവാണെങ്കിൽ കുറവുള്ളിടത്ത് കുറവുള്ള അത്രയും 0 ചേർക്കണം നമ്മൾ പഠിച്ച്. ഇതിൽ കുറവൊന്നുമില്ല, അതുകൊണ്ട് ഒന്നും ചേർക്കണ്ട. മുകളിലാണ് കുറവെങ്കിൽ എത്ര കുറവുണ്ടോ അത്രയും 0 ചേർക്കണമായിരുന്നു. താഴെയാണ് കുറവെങ്കിൽ എത്ര കുറവുണ്ടോ അത്രയും 0 ചേർക്കണമായിരുന്നു. പക്ഷേ ഇവിടെ ഒരിടത്തും കുറവില്ല, അതുകൊണ്ട് അത് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇനി സോൾവ് ചെയ്താൽ ഉത്തരം കിട്ടും. നമുക്ക് സോൾവ് ചെയ്തേക്കാം. 14ഉം 28ഉം വെട്ടിക്കളയാൻ 2 തവണ. ഓക്കെ, ഈ 2ഉം 32ഉം വെട്ടിക്കളയാം 16 തവണ. 16ഉം 48ഉം വെട്ടിക്കളയാം 3 തവണ. യെസ്, 3ഉം 21ഉം വെട്ടിക്കളയാം 7 തവണ. 7ഉം 56ഉം വെട്ടിക്കളയാം 8 തവണ. ഈ ചോദ്യത്തിൻ്റെ ആൻസർ 8 എന്ന് കിട്ടും. ഇതുപോലെ കുറേ ചോദ്യങ്ങൾ ദശാംശങ്ങൾ ഹരിക്കാൻ പഠിച്ചതാണ്. അതെ, ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ കാപ്പൻസ് ലേണിംഗ് സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോ. മാത്സുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷകളെ ഫുൾ മാത്സിന്റെ കണ്ടന്റുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്തൊന്ന് നോക്കിക്കുക. അതിൻ്റെ അകത്ത് ഓരോ എക്സാമിനും സെപ്പറേറ്റ് പ്ലേലിസ്റ്റുകളുണ്ട്. അതിലെ ക്ലാസ്സുകൾ വൃത്തിയായിട്ട് കണ്ടാൽ മാത്സിന് മുഴുവൻ മാർക്ക് ഉറപ്പാണ്. ഇനി ടെലഗ്രാം ചാനൽ ജോസ് കാപ്പൻ എന്ന പേരിലുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ഇടുന്ന ക്ലാസ്സുകളുടെ അപ്ഡേഷൻസ് മിസ്സാവാതിരിക്കും. JOSCKAPPEN എന്ന് ടെലഗ്രാമിൽ ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്താൽ മതി, ചാനൽ കിട്ടും. ജോയിൻ ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.